ഞാൻ കോഴിക്കോട്ടെ ഞങ്ങളാക്കാനായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. വെല്ലം ഉരുക്കിയത്, 1 കിലോ വെല്ലം ഉരുക്കിയത് ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് 2 ജീരകം, ഏലക്ക, ജീരകം, ചുക്ക് പൊടിച്ചത്, എല്ലാ പൊടിയും കൂടെ പൊടിച്ച് ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി കോഴിക്കോട്ടെ ഉണ്ടാക്കാൻ പോവാണ്. വെള്ളം നന്നായി ഉരുക്കി വെള്ളം പറ്റിച്ച് കൊണ്ടുവന്നാണ്. ഒരു മുറി തേങ്ങ ചിരണ്ടിയതുണ്ട്. അതിൽ വേണ്ട ജീരകം, ഏലക്ക, ചുക്ക് പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കണം. കോഴിക്കോട്ടേക്കുള്ള വെള്ളം തിളപ്പിച്ച് അതിലേക്ക് വെള്ളം തന്നെയല്ല 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് അത് തിളപ്പിച്ച് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് 1 സ്പൂണ് നെയ്യും ചേർത്ത് 1 സ്പൂൺ നെയ്യും ചേർത്ത് തിളപ്പിച്ച് ലേശം മഞ്ഞൾപ്പൊടി, ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. ഇനി അരിപ്പൊടിയിലേക്ക് വേണ്ട ഉപ്പ് പാകത്തിന് ചേർത്ത് സ്പൂണിനിട്ടാൽ എനിക്ക് അളവ് അറിയില്ല. അപ്പോൾ എനിക്ക് കൈ കൊണ്ടിട്ടാലാണ് എനിക്കതിൻ്റെ അളവ് കൃത്യം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഉപ്പ് ചേർത്ത് ഒരു കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. നമ്മുടെ പെസഹായും ഈ ശനിയാഴ്ച, കോഴിക്കോട്ടെ ശനിയാഴ്ചയും ഓശാന ഞായറാഴ്ചയും പെസഹായും ഒക്കെ നമ്മളിങ്ങനെ ആചരിക്കുകയാണ്. അപ്പോൾ ഈസ്റ്ററും എല്ലാം അങ്ങനെ ആഘോഷിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കുരിശിൽ മരിച്ച് ആ ഓർമ്മ നമ്മളിങ്ങനെ ആചരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവം തന്ന കൽപ്പനകൾ നമ്മൾ അനുസരിച്ച് ജീവിക്കണം. ആ ദൈവം തന്ന കൽപ്പനകളാണ് 10 കൽപ്പനകൾ. 10 കൽപ്പനകളിൽ ദൈവം പണ്ട് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അത് ഞാനിപ്പോൾ ചൊല്ലി കേൾപ്പിക്കാം. ആദിമുതൽ മൂശ കയ്യിൽ ജ്ഞാനവിധി 10ഉം അൻപിനോട് സീനായ് മല തന്നിൽ വെളിവായി നീതിയോട് തന്മരത കൽപ്പലക തന്മേൽ നായനരുദാസനോട് താൻ എഴുതി നൽകി വേദമുതലായതിനു രേഖ മുതൽ സാക്ഷി വേണമടിയാർക്കിത് ലോകമതു നീളെ ചേതസിംഗലെണ്ണവും എഴുത്തുമറിവിപ്പാൻ ചിന്തമൊഴി കർമ്മമൊഴി ഇതാ കൈതൊഴുന്നേ. അപ്പം നമ്മൾ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം ഉണ്ടാക്കിയാലും എന്തെല്ലാം കഴിച്ചാലും നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അത് പറയാനാണ് ഞാനിപ്പോൾ ഈ ശ്ലോകം ചൊല്ലിയത്. നമ്മുടെ കോഴിക്കോട്ടേക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ കുഴി ഉണ്ടാക്കണം. കുഴി ഉണ്ടാക്കി നമ്മൾ ഇലയിൽ വയ്ക്കണം. ഇത് പുതിയ സൈസ് കോഴിക്കോട്ടയാണ്. ഇങ്ങനെ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ മൊത്തം പരത്തണം. മൊത്തം പരത്തി ഇല മുഴുവനും പരത്തി അതിലേക്ക് വേണ്ട ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ കൂട്ടണം. എല്ലാം ഇങ്ങനെ കൂട്ടി പുറത്ത് പോകാതെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ ഇല അടച്ചിട്ട് വെക്കണം. വെച്ചുമ്പോൾ ഇങ്ങനെ നീളത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് കടിച്ച് തിന്നാൻ നല്ല രസമുണ്ട്. അതിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിങ്ങനെ ആക്കിയത് ഉരുട്ടിയിട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോൾ നമ്മൾ ഈ കൂട്ടുന്നിടം ഭയങ്കര കട്ടിയിൽ വരും. അപ്പോൾ അത് ശരിക്കും മധുരം കിട്ടില്ല. അതുകൊണ്ടാണ് നീട്ടിയിട്ട് വയ്ക്കുന്നത്. അടുപ്പത്ത് വയ്ക്കാറായി. അത് അടുപ്പത്ത് വയ്ക്കട്ടെ. അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് കഴിക്കാം. വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ ദൈവത്തെ ഓർക്കുക. ആദിമുതൽ മോശ കയ്യിൽ ജ്ഞാനവിധി 10ഉം അൻപിനോട് സീനായ് മല തന്നിൽ വെളിവായി നീതിയോട് തന്മരത കൽപ്പലക തന്മേൽ
നായനരുൾദാസനോടു താൻ എഴുതി നൽകി. വേദമുതലായതിനു രേഖ മുതൽ സാക്ഷി വേണമടിയാർക്കിതു ലോകമതു നീളെ. ചേതസിംഗലെണ്ണവും എഴുത്തുമറിവിപ്പാൻ ചിന്തമൊഴി കർമ്മമൊഴി ഇതാ കൈതൊഴുന്നേൻ. അപ്പൊ എല്ലാവരും ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുക. അതിനാണ് ഈ മാതൃക. ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ച കോഴിക്കോട്ട. ഇത് വെച്ചോ, കൈ കൊള്ളുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട്. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. പിന്നെ അകത്ത് നല്ല ഫില്ലിങ് നല്ല കിട്ടുന്നുണ്ട്. എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇത് മൊത്തം എടുക്കാം. നല്ല അടിപൊളി. അപ്പൊ എനിക്ക് കേട്ടോ. ഓക്കെ, എന്നാ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.